ഇസ്രായേലിലെ ഹൈഫ പ്രദേശത്ത് നിന്ന് ആളുകൾ മാറി നിൽക്കണമെന്ന് യമൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു ഭീഷണി സ്വരത്തിലാണ് ഈ റിപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടായത് എന്ന് അവിടുത്തെ ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്നുള്ളതും ശക്തമായിരിക്കുന്ന ആക്രമണം ഇതിനു മുൻപ് നടത്തപ്പെട്ടതിന് സമാനമല്ലാത്ത വിധമുള്ള ഒരു ആക്രമണ പരമ്പരയും സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഇറാൻ ആക്രമിച്ചത്? സമാന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പരമാവധി ജനങ്ങൾക്ക് പ്രയാസമുണ്ടാവാത്ത രീതി, അല്ലെങ്കിൽ ജനങ്ങളുടെ മരണസംഖ്യ കുറക്കാൻ വേണ്ടി ആ മേഖലയിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് ഇപ്പോൾ യമൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിലുള്ള പ്രശ്നമായിട്ട് തന്നെ തീർന്നിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. ഏറ്റവും കൂടുതൽ കപ്പൽ വരുന്നതും പോകുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചാണ്. 15 മുതൽ 35% വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തികം ഈ പറയപ്പെട്ട മേഖല കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നത്. ഇതിന് നേരെ നിരന്തരം ഈ യമനോ അല്ലെങ്കിൽ ഇറാനോ ആക്രമിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. യുദ്ധ കരാർ വ്യവസ്ഥയ്ക്ക് ശേഷം ഏകദേശം 60 പ്രാവശ്യമെങ്കിലും യമൻ തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇതിനിടെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പരമാവധി ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ അക്രമ പരിപാടികൾ നിർത്തിയിട്ടൊന്നുമില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ്. കാരണം രാജ്യത്തിൻ്റെ അകത്ത് വലിയ വിഷയം, പുറത്ത് വലിയ വിഷയം, ലോകാന്തര തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയും യഥാർത്ഥത്തിൽ ഇപ്പോൾ